আমি এটাকে মনে করি অসম্মান, অপমান। ബംഗാൾ ഒരിക്കലും തല കുനിച്ചിട്ടില്ല, ഇനി ഒരിക്കലും തല കുനിക്കില്ല. തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ ബംഗാളിന് അറിയാമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുമ്പോൾ അടുത്തത് വരാനുള്ളത് അവർ കേൾക്കാൻ കാത്തിരുന്ന വാക്കുകളാണെന്ന് അവിടെ തടിച്ചുകൂടിയിരുന്ന ജനക്കൂട്ടത്തിന് അറിയില്ലായിരുന്നു. ബംഗാളികളുടെ സ്വത്വബോധത്തെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന നേതാവിനെയാണ് ചൊവ്വാഴ്ച കൂച്ച് ബഹാർ രാഷ്മേള മൈതാനത്ത് കണ്ടത്. തൃണമൂൽ കോൺഗ്രസ് റാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെ മമതാ ബാനർജി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ മാർഗരേഖയുടെ പകർപ്പ് കീറിയെറിഞ്ഞു. 2 ദിവസം മുൻപ് ലഭിച്ച ഒരു കത്ത് ഉദ്ധരിച്ച് അസംബന്ധവും നിയന്ത്രണപരവുമായ വ്യവസ്ഥകളാണ് അതിലുള്ളതെന്ന് മമതാ ബാനർജി പറഞ്ഞു. ഈ കടലാസിന് ഒരു മൂല്യവുമില്ല. ഞങ്ങൾ നിലവിൽ കർമ്മശ്രീ പ്രകാരം 70 ദിവസത്തെ ജോലി നൽകുന്നുണ്ട്. അത് 100 ദിവസമായി വർദ്ധിപ്പിക്കും. നിങ്ങളോട് യാചിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇതൊരു അപമാനമായി ഞാൻ കരുതുന്നു എന്ന് മമതാ ബാനർജി പറഞ്ഞു. നിങ്ങളുടെ ഭിക്ഷ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അറിയാം. ബംഗാളിനെ നിങ്ങൾ മറന്നേക്കൂ. നിങ്ങൾ എത്ര ഗൂഢാലോചന നടത്തിയാലും പ്രശ്നമില്ലെന്ന് അവർ പറഞ്ഞു. ദേശീയ പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാക്കില്ലെന്ന് വീണ്ടും ഉറപ്പു നൽകിയ മുഖ്യമന്ത്രി എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുമെന്നും ബംഗാളിനെ വിഭജിക്കാൻ അനുവദിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. তোমার এই কাগজটা দেখছো না, এই কাগজটার কোনো ভ্যালু নেই, এটা ভ্যালুলেস। আবার আমরা ক্ষমতায় আসব, কর্মশ্রী 75 দিন এবারে কাজ হয়েছে, 70 দিন হয়ে গেছে, আরো 75 থেকে 80 দিন করব, আর 100 দিনের কাজ বাংলাই করবে। তোমাদের ভিক্ষে আমরা চাই না। আমি এটাকে মনে করি অসম্মান, অপমান। তোমাদের ভিক্ষে আমরা চাই না। আমরা নিজের পায়ে দাঁড়াতে জানি।